CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അങ്ങനെ ഏതായാലും ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. അതെ, ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ താരത്തിന്റെ കരാർ നീട്ടിയതായാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. കൂടാതെ തന്നെ ഈ വരുന്ന ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് FC 2 താരങ്ങളെ ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു എന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ പ്രധാനമായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് FCയോടനുബന്ധിച്ചുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള അപ്ഡേറ്റുകൾ മാത്രമാണ്. അപ്പോൾ ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ഐസിൽ അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ കൂടി എല്ലാവരും ശ്രമിക്കുക. ആദ്യത്തെ ഒരു വാർത്ത ആയതുകൊണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരമായിട്ടുള്ള നവോച്ച സിംഗിനെ കുറിച്ചാണ്. നമുക്കറിയാം ലെഫ്റ്റ് വിങ്ങിലൂടെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കൽപ്പുള്ള ഒരു താരമാണ് നവോച്ച സിംഗ് എന്നുള്ളത്. കൂടാതെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ഒരുപാട് മത്സരങ്ങൾക്കും നോഹ സദോ ഇല്ലാത്തപ്പോൾ അദ്ദേഹത്തിന്റെ റോൾ വരെ കൈകാര്യം ചെയ്ത ഒരു താരമാണ് നവോച്ച സിംഗ് എന്നുള്ളത്. അപ്പോൾ ഏതായാലും ഈ ഒരു താരത്തിന്റെ കോൺട്രാക്ട് ആണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളത്. 2028 വരെയാണ് അദ്ദേഹത്തിന്റെ കോൺട്രാക്ട് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് FC നീട്ടിയിരിക്കുന്നത്. ഏതായാലും ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് FCയിൽ നിന്നും അദ്ദേഹത്തിന്റെ കോൺട്രാക്ട് പുതുക്കിയതിന് ശേഷം നവോച്ച സിംഗ് പറഞ്ഞ കാര്യമാണ്. ഏതായാലും നവോച്ച സിംഗിന്റെ വാക്കുകളിലേക്ക് നമുക്കൊന്ന് കടക്കാം. ക്ലബ്ബുമായി ഒരു കരാർ വിപുലീകരിക്കുന്നതിൽ ഒപ്പുവെക്കുന്നതിൽ ഞാൻ വളരെയധികം സന്തോഷവാനാണ്. ക്ലബിനും അതിന്റെ പിന്തുണക്കാർക്കും സന്തോഷമുണ്ടെന്ന് എനിക്കറിയാം. എന്റെ ഏറ്റവും മികച്ചത് നൽകാൻ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നതും. അവസാനമായി എന്റെ യാത്രയുടെ ഓരോ ചുവടുവയ്പും എന്റെ കുടുംബത്തിനോടൊപ്പം സുഹൃത്തുക്കളോടൊപ്പം ആവണമെന്നാണ് എന്റെ ആഗ്രഹം എന്നുള്ളത്. അവരുടെ അചഞ്ചലമായ പിന്തുണയ്ക്ക് ഞാൻ നന്ദി അറിയിക്കുക തന്നെ ചെയ്യുന്നു. ഏതായാലും ഈ ഒരു ക്ലബ്ബുമായി കരാർ നീട്ടിയതിൽ ഞാൻ വളരെയധികം നന്ദിയുള്ളവനാണ്. ഈ ക്ലബിന്റെ അതിന്റെ വിശ്വസനീയമായ ആരാധകർക്കും വേണ്ടി കളിക്കാൻ ഞാൻ വളരെ നല്ല രീതിയിൽ ആഗ്രഹിക്കുന്നുമുണ്ട്. ഹെഡ് കോച്ചിനും അദ്ദേഹത്തിന്റെ സ്റ്റാഫിനും ക്ലബിനും ഞാൻ വളരെയധികം നന്ദി പറയുന്നു. എന്നെ വിശ്വസിച്ചതിന് ഞാൻ മാനേജ്മെന്റിനോട് കൂടി നന്ദി പറയുന്നു. ഏതായാലും ഈ കാര്യങ്ങളൊക്കെയാണ് കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തതിനു ശേഷം നവോച്ച സിംഗ് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു കോൺട്രാക്ട് നീട്ടിയതിനു ശേഷം ബ്ലാസ്റ്റേഴ്സിന്റെ SD ആയിട്ടുള്ള കരോലിസ് കിൻസ്കിസ് പറഞ്ഞ കാര്യങ്ങളാണ്. ഏതായാലും നമുക്ക് കരോലിസിന്റെ വാക്കുകളിലേക്ക് കടക്കാം. നവോച്ച ഞങ്ങളുടെ ക്ലബിൽ ചേർന്ന നിമിഷം മുതൽ എല്ലാ ദിവസവും മെച്ചപ്പെടുന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വികസനത്തിനും വിശ്വാസത്തിനും ഞാൻ വളരെയധികം സന്തുഷ്ടൻ തന്നെയാണ്. അവൻ ഞങ്ങളുടെ ക്ലബിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കളിക്കാരനാണ് ഇപ്പോൾ. കൂടാതെ മികച്ച പ്രകടനം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാനും സാധിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു മികച്ച പ്രകടനം ഇനിയും മുന്നോട്ട് തുടരണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കോൺട്രാക്ട് നീട്ടിയിട്ടുള്ളത്. ഏതായാലും ഇത്രയും കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തതിനു ശേഷം ബ്ലാസ്റ്റേഴ്സിന്റെ SD ആയിട്ടുള്ള കരോലിസ് കിൻസ്കിസ് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും എന്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ എല്ലാവരുടെയും കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സ്റ്റൻഷൻ എന്നായി എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നിലവിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ എല്ലാവരും ക്ലബിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാവണം ഇത്രയും പെട്ടെന്ന് തന്നെ ഒരു താരത്തിന്റെ കോൺട്രാക്ട് നീട്ടാനും കാരണം. ഈ ഒരു കോൺട്രാക്ട് എക്സ്റ്റൻഷനിലൂടെ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുടെ സമ്മതി പിടിച്ചു പറ്റുക എന്നുള്ളതാണ് ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലെ ലക്ഷ്യം എന്നുള്ളത്. ഏതായാലും അതൊന്നും ഇനി അങ്ങോട്ട് നടക്കുകയില്ല. ഇനി ഏതായാലും അടുത്തൊരു വാർത്ത എന്നുള്ളത് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷം നൽകുന്നത് തന്നെയാണ്. നമുക്കറിയാം എല്ലാ ബ്ലാസ്റ്റേഴ്സ് ആരാധകരും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ് ഈ വരുന്ന ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സ് FC സൂപ്പർ താരങ്ങളെ അഥവാ നല്ല എക്സ്പീരിയൻസ് ഉള്ള താരങ്ങളെ ടീമിലേക്ക് കൊണ്ടുവരണം എന്നുള്ളത്. ഏതായാലും ഇതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. ഏതായാലും നിഖിൽ പ്രഭു എന്ന താരം കൂടാതെ തന്നെ അഭിഷേക് സിംഗ് എന്ന താരവും അടുത്ത വേനൽക്കാലാവധി അഥവാ ഈ വരുന്ന ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ അവൈലബിൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ 2 താരങ്ങളെയും നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഏതായാലും ഈ ഒരു വാർത്ത എത്രത്തോളം സത്യമുണ്ടെന്ന് നമുക്കൊന്നും പറയാൻ സാധിക്കുകയില്ല. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തേക്ക് വരുമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നതും. അപ്പോൾ ഏതായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ കമന്റ് ആയി രേഖപ്പെടുത്തുക. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ ISLനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സ് FC കുറിച്ചുമുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടി ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുമായി ഞാൻ വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.